ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 150. നമ്മൾ മരിയസ്തുതി, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, അതിൻ്റെ ഏതെല്ലാം തിരുവചനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ പ്രാർത്ഥന രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇത്രയും വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നന്മ നിറഞ്ഞ മറിയം സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വാക്കുകളുടെ എല്ലാം തിരുവചനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് വരുന്നത് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഈ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ഗബ്രിയേൽ മാലാഖയാണ്. സ്വർഗത്തിൻ്റെ അഭിവാദനമാണത്. സ്വർഗം മറിയത്തെക്കുറിച്ച് സ്വർഗത്തിൻ്റെ വിലയിരുത്തലാണത്. കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളെ സ്വസ്തി, മറിയമേ കർത്താവ് നിന്നോട് കൂടെ. ഇതെല്ലാം സ്വർഗം പറഞ്ഞതാണ്. ഇതിനോട് ചേർത്ത് ഭൂമിയിലെ എലിസബത്ത്, ഒരു മനുഷ്യ സ്ത്രീ, പറയുന്നതാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആദ്യമേ ഓർക്കേണ്ടത്, എലിസബത്ത് ഇത് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടാണ് എലിസബത്ത് ഇത് പറയുന്നത്. ലൂക്കാസിന് സുവിശേഷം 1:41 ആ 39 മുതൽ 45 വരെയുള്ള വചനങ്ങൾ കേട്ടാൽ നമുക്കതിൻ്റെ ആഴം മനസ്സിലാകും. ആ നാളുകളിൽ മറിയം എഴുന്നേറ്റ് മലനാട്ടിലുള്ള ഒരു യൂദ പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് സക്കറിയാസിന്റെ വീട്ടിലെത്തി എലിസബത്തിന് വന്ദനം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. മറിയത്തിന്റെ അഭിവാദനം എലിസബത്ത് കേട്ടപ്പോൾ ശിശു അവളുടെ ഗർഭത്തിൽ തുള്ളിച്ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു. ഇതെങ്ങനെ സംഭവിച്ചു? നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിന്റെ അഭിവാദനം എലിസബത്ത് കേട്ടപ്പോൾ ശിശു അവളുടെ ഗർഭത്തിൽ തുള്ളിച്ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടാണ് എലിസബത്ത് ഈ വചനങ്ങൾ പറയുന്നത്. നീ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു കാര്യമല്ല പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായിട്ട് പറയുന്നത്. ഈ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറയുമെന്ന് ഗബ്രിയേൽ മാലാഖ സക്കറിയാസിനെ അറിയിച്ചിരുന്നു. ലൂക്കാസിന് സുവിശേഷം 1:15 അമ്മയും മകനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നുവെന്നാണ് ഇവിടെ കാണുന്നത്. തുള്ളിച്ചാടി എന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി എലിസബത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട്. ആനന്ദം എന്നത് സുവിശേഷങ്ങളിൽ പരിശുദ്ധാത്മാവിലുള്ളൊരു പര്യായ പദമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ തുള്ളിച്ചാടി എന്നാണ് അർത്ഥം. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, അവളുടെ ഗർഭത്തിലുള്ള ശിശു ആനന്ദം കൊണ്ട് പരിശുദ്ധാത്മാവിൽ തുള്ളിച്ചാടി എന്നാണ്. ഗർഭത്തിൽ വെച്ച് തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ, ഗർഭത്തിൽ വെച്ച് തന്നെ യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ നിറയുമെന്നുള്ള വചനം പൂർത്തിയാവുകയാണ്. ലൂക്കാസ് 1:15 അമ്മയും മകനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നു. മറിയത്തിനുള്ളിൽ, അവളുടെ ഗർഭത്തിൽ പരിശുദ്ധാത്മാവിനാൽ അവളുടെ ഗർഭത്തിൽ ഭൂജാതനായ യേശുവിന്റെ സാന്നിധ്യം, അവന്റെ മുന്നോടിയും സാക്ഷിയുമായ യോഹന്നാനെയും അവന്റെ അമ്മയായ എലിസബത്തിനെയും ആത്മാവിനിൽ അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ ആത്മാവിന്റെ 3-ാം കണ്ണ് എലിസബത്തിന് നൽകപ്പെടുന്നു. എന്തൊക്കെയാണ് അവൾ പറയുന്നത്? മറിയത്തിന്റെ ഭാഗ്യം എന്തെന്ന് എലിസബത്ത് തിരിച്ചറിയുന്നു. കർത്താവിന്റെ അമ്മ എന്ന് മറിയത്തെ വിളിക്കാൻ അവൾ തയ്യാറാകുന്നു. ശിശുവിന്റെ കുതിച്ചുചാട്ടത്തെ വ്യാഖ്യാനിക്കാനുള്ള വരദാനം അവൾക്ക് കിട്ടുന്നു. ഇത് 3 വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നമുക്ക് ഈ പരിശുദ്ധാത്മാവ് എന്ന വാക്ക്, പരിശുദ്ധ ആത്മാവ്, ഹീബ്രുവിൽ റൂഹ ഹഖോദേശ് എന്നാണ്. റൂഹ എന്ന വാക്കിന് കാറ്റ്, ശ്വാസം, ആത്മാവ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഹഖോദേശ് എന്ന് പറഞ്ഞാൽ ദ ഹോളി. അപ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ദ ഹോളിനെസ് ഓർ ദ സ്പിരിറ്റ് ഓഫ് ദ ഹോളി, പരിശുദ്ധ ആത്മാവ്, പരിശുദ്ധിയുടെ ആത്മാവ്, അങ്ങനെ 2 അർത്ഥത്തിലും വരാം. ഖോദേശ് എന്ന വാക്കിന് പരിശുദ്ധി, പവിത്രത, മാറ്റി നിർത്തപ്പെട്ടവൻ അല്ലേ, മറ്റ് ലോകത്തിൻ്റെതായ എല്ലാത്തിലും മാറ്റി നിർത്തപ്പെട്ട്, അല്ലെങ്കിൽ ദൈവലോകത്ത് ഈ അശുദ്ധമായ യാതൊന്നുമില്ലാത്ത ഒരു ലോകവുമായിട്ട് ബന്ധപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം. ഗ്രീക്കിൽ ടോ പ്നൗമ ടോ ഹാഗിയോൻ, പരിശുദ്ധനായ ആത്മാവ്, ഒരാളെ സൂചിപ്പിക്കുമ്പോൾ ഹാഗിയോസ് പ്നൗമാറ്റോസ് എന്നും പറയും.
പരിശുദ്ധാത്മാവ്. ശക്തിയായിട്ടും ആളായിട്ടും ബൈബിള് പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവമെന്ന ആളാണ്, അതായത് മൂന്നാമത്തെ ആൾ. ഇത് ഏക സത്യദൈവമായ പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആൾ. ഗബ്രിയേൽ മാലാഖ മറിയത്തോട് മംഗളവാർത്ത പറയുമ്പോൾ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും. അങ്ങനെ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് ഏത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞുവോ ആ പരിശുദ്ധാത്മാവിനെ വേറൊരു തരത്തിൽ സ്വീകരിക്കുകയാണ് എലിസബത്തും യോഹന്നാനും. മറിയം പരിശുദ്ധാത്മാവിന് വാതിൽ തുറന്നു കൊടുത്തതുപോലെയുള്ള അതേ അനുഭവമല്ല. കാരണം മറിയത്തിൽ സംഭവിച്ചിരിക്കുന്നത് ദൈവം തന്നെയായ ഏകജാതൻ മനുഷ്യനായി ജനിക്കുകയാണ്. അപ്പോൾ മറിയത്തിൽ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ, അതായത് മറ്റാരിലും സംഭവിക്കാത്ത ഒരു സംഭവമാണ് മറിയത്തിൽ സംഭവിക്കുന്നത്. ദൈവം മനുഷ്യനാകുകയാണ്. അത് അത്രയും വലുതാണ്. പ്രോട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞനായ കാൾബാർത്ത് പറയുന്നത് ദൈവം യേശുവിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ രണ്ട് പ്രാവശ്യമേ നേരിട്ട് ഇടപെട്ടിട്ടുള്ളൂ. ഒന്ന് മനുഷ്യാവതാരം, അതായത് കന്യകയായ മറിയത്തിൻ്റെ ഗർഭത്തിൽ ദൈവം മനുഷ്യനായി വരിക. മറ്റൊന്ന് അവൻ്റെ യേശുവിൻ്റെ ഉത്ഥാനം. അപ്പം അത്രയും വലിയ, അതായത് പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലിയൊരു സംഭവമാണ് ഈ മനുഷ്യാവതാരം. അത് സംഭവിക്കുന്നത് മറിയത്തിലാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് മറിയത്തിൽ വന്നു, ദൈവം മനുഷ്യനായി അവളുടെ ഗർഭത്തിൽ മനുഷ്യനായി രൂപം കൊണ്ടു. ആ പരിശുദ്ധാത്മാവ് തന്നെയാണ്, പക്ഷെ വേറൊരു തരത്തിൽ, വേറൊരു രൂപത്തിൽ എലിസബത്തിൻ്റെ ഗർഭത്തിലുള്ള കുഞ്ഞായ യോഹന്നാനിലും വരുന്നത്. ഈ നമുക്ക് 2-3 കാര്യങ്ങളൊന്ന്, വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളൊന്ന് ഞാൻ ആവർത്തിക്കല്ല, ഒന്ന് ഊന്നൽ നൽകി പറയാൻ ആഗ്രഹിക്കുകയാണ്. മറിയത്തിൻ്റെ ഭാഗ്യം എന്തെന്ന് എലിസബത്ത് തിരിച്ചറിയുന്നപ്പോഴാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോഴാണ്. ഇന്ന് മറിയത്തെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് സംസാരിക്കുന്നത് ക്രിസ്ത്യാനികളായിരുന്ന വ്യക്തികൾ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്ത് പോയിട്ട് മറിയത്തിനെ ഏറ്റവും മോശമായി അവതരിപ്പിക്കുക. ലോകത്ത് ഒരു മനുഷ്യൻ പോലും ഒരു സ്ത്രീയെ എങ്ങനെ മോശമായിട്ട് അവതരിപ്പിക്കില്ല. അത്രയും മോശമായിട്ട് അവതരിപ്പിക്കുന്നത് ഒരിക്കൽ ക്രിസ്ത്യാനികളും കത്തോലിക്കരുമായിരുന്ന ആളുകൾ കത്തോലിക്ക സഭയിൽ വിട്ടുപോയിട്ടാണ്. എന്തുകൊണ്ടാണ് അവരുടെ പ്രശ്നം? അവർക്ക് പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവിൽ അവർ നിറയുകയാണെങ്കിൽ ഈ എലിസബത്ത് മറിയത്തിൻ്റെ ഭാഗ്യം തിരിച്ചറിഞ്ഞതുപോലെ അവർ തിരിച്ചറിയുമായിരുന്നു. നമ്മളും തിരിച്ചറിയും. നമുക്കും പരിശുദ്ധാത്മാവിൻ്റെ വരദാനമില്ലാതെ മറിയത്തിൻ്റെ ഭാഗ്യം ഉദ്ഘോഷിക്കാൻ കഴിയില്ല. 2, കർത്താവിൻ്റെ അമ്മ അല്ലേ, ദ മദർ ഓഫ് മൈ ലോർഡ് എന്നാണ് അവിടെ അദോണായി അല്ലെങ്കിൽ യാഹ്വേ എന്നൊക്കെയാണ് ഹീബ്രുവിൽ. അപ്പോൾ കർത്താവിൻ്റെ അമ്മ എന്നാണ് എലിസബത്ത് വിളിക്കുന്നത്. ഈ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും കത്തോലിക്ക സഭ വിട്ടു പോയിട്ടുള്ള ആളുകൾ മുഴുവൻ മറിയത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു. കർത്താവിൻ്റെ അമ്മ എന്ന് ബൈബിൾ വിളിച്ച ഒരാളെ, തിരുവചനം വിളിക്കുന്ന ഒരാളെ, എന്തുകൊണ്ടാണ് അവർക്കത് കർത്താവിൻ്റെ അമ്മയാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്തത്? ഗുരുവിൻ്റെ അമ്മയാണ് മറ്റൊന്നൊക്കെ പറഞ്ഞ് അവർ ഇങ്ങനെ വ്യാഖ്യാനിച്ച് തള്ളുന്നതിന് കാരണം എന്താണ്? അദോണായി യാഹ്വേ എന്നതിന് അതാണോ അർത്ഥം? ആ അധ്യായത്തിൽ എവിടെയെങ്കിലും കർത്താവ് എന്നതിന് അങ്ങനെ അർത്ഥമുണ്ടോ? ലൂക്കാസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഇല്ല. ദൈവമായ കർത്താവ് എന്നാണ്. അപ്പോൾ ദൈവമാതാവെന്ന് വിളിക്കാനോ കർത്തൃമാതാവെന്ന് വിളിക്കാനോ മിശിഹായുടെ മാതാവെന്ന് വിളിക്കാനോ അവർക്ക് കഴിയുന്നില്ല. കാരണം എന്താ? അവർക്ക് പരിശുദ്ധാത്മാവിന് നിറവില്ല. അവർ പരിശുദ്ധാത്മാവെന്ന് വിചാരിക്കുന്നത് ഭാഷാപരത്തിൽ സംസാരിക്കുന്നതോ ചില ദർശനങ്ങൾ കിട്ടുന്നതൊക്കെയാണ്. അതൊന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ ദാനം. പരിശുദ്ധാത്മാവാകുന്ന ദാനം കിട്ടുന്നത് ശ്ലൈഹിക പിന്തുടർച്ചയിൽ, കൗദാശിക പിന്തുടർച്ചയിൽ മാത്രമാണ്. വരപ്രസാദം എന്ന് വിളിക്കുന്നത് കൗദാശിക പിന്തുടർച്ചയിലേക്ക് കിട്ടൂ, അവർക്കതില്ല. അതുകൊണ്ടാണ് ഈ മറിയത്തിൻ്റെ ഭാഗ്യം മാത്രമല്ല, കർത്തൃമാതാവ്, ദൈവമാതാവ് എന്ന് അവളെ വിളിക്കാൻ അവർക്ക് പറ്റാത്തതിന് കാരണം. അതുപോലെ തന്നെ ഈ ശിശുവിൻ്റെ കുതിച്ചു ചാട്ടത്തെ വ്യാഖ്യാനിക്കാനും അവർക്ക് കഴിയുന്നില്ല. അവർ പറയുന്നതാണ് ശിശു മാമോദീസ പാടില്ല. അതിന് പകരം അവർ പറയുന്ന ന്യായം എന്നാണ് മാർക്കോസ് 16:17, വിശ്വസിച്ച് സ്നാനപ്പെടുന്ന രക്ഷ പ്രാപിക്കും. അത് വിജാതിരുന്ന ആരെങ്കിലും ക്രിസ്ത്യാനി ആകുമ്പോഴല്ലേ. ഇവിടെ എലിസബത്തിൻ്റെ ഗർഭത്തിൽ കിടക്കുന്ന യോഹന്നാനാണ് പരിശുദ്ധാത്മാവിൽ നിറയുന്നത്. ഗർഭത്തിൽ വെച്ച് തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ നിറയുമെന്നുള്ള വാഗ്ദാനം ലൂക്കാസ് 1:15 അത് നിവൃത്തിയാകുകയാണ്. അപ്പം അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ കുതിച്ചുചാട്ടം അതാണ്, ആനന്ദത്തിൻ്റെ കുതിച്ചുചാട്ടം അതാണെന്ന് എലിസബത്തിന് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിനാൽ. ഈ പെന്തക്കോസ്ത ദൈവസഭക്കാർക്കൊന്നത് കഴിയുന്നില്ല. നമ്മുടെ ഇടയിലും കുറേ ആളുകൾ അങ്ങനെയുണ്ട്. ഈ പെന്തക്കോസ്തക്കാരോ ദൈവസഭക്കാരോ അങ്ങനെ കത്തോലിക്ക സഭ വിട്ടുപോയ ആളുകളോ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ അത് അപ്പാടെ വിശ്വസിക്കാൻ നമ്മൾ തത്രപ്പെടുന്നതിന് കാരണം എന്താ? തിരുവചനങ്ങളിലും ആഴമില്ല. ഈ കാര്യങ്ങളൊന്നും നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ഈ എത്രയോ പ്രാവശ്യങ്ങൾ നന്മ നിറഞ്ഞ മറിയുമെന്ന് പ്രാർത്ഥന ചൊല്ലുന്നു. പക്ഷെ ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടല്ല ചൊല്ലുന്നത്. മറിയത്തെ അറിയുക കൂടി വേണ്ടേ? സ്നേഹിക്കണമെങ്കിൽ അറിവും കൂടി വേണ്ടേ? നിങ്ങളവരെ അറിയാത്ത ഒരാളെയാണോ സ്നേഹിക്കേണ്ടത്? സ്നേഹിക്കണം, അറിവ് വേണം.
അറിഞ്ഞിട്ടും സ്നേഹിക്കാതെ വരാം, അത് സംഭവിക്കരുത്. സ്നേഹിക്കുകയും സ്നേഹവും അറിവും ഒരുമിച്ച് പോകേണ്ടതാണ്. ഈ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ നമുക്ക് ആ ഭാഗ്യം കിട്ടിയത് ഏറ്റവും ചെറുപ്പത്തിൽ. ഇപ്പോൾ ഞാൻ ജനിച്ച 8-ാം ദിവസം മാമോദിസ സ്വീകരിച്ചതാണ് ഞാൻ. നിങ്ങളിലും വളരെയധികം പേര് അങ്ങനെയാണ്. 8-ാം ദിവസം പരിച്ഛേദനത്തിന് പകരം, യഹൂദർക്ക് പരിച്ഛേദനത്തിന് പകരം നമുക്ക് മാമോദിസയാണ്. അപ്പോൾ ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മ നിറഞ്ഞ യോഹന്നാൻ, നമുക്ക് ഗർഭത്തിൽ വെച്ചല്ലെങ്കിൽ പോലും ജനിച്ച 8-ാം ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഈ യേശുവിൻ്റെ വിലാവിൽ നിന്നുള്ള വെള്ളം നമ്മുടെ തലയിൽ വീണു. അവൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ തോമാസ് ലീഹായെ ഒട്ടിച്ച് ചേർത്ത പോലെ നമ്മൾ ഒട്ടിച്ച് ചേർത്തു. അങ്ങനെ സാക്ഷാൽ മുന്തിരിച്ചെടിയാവൻ്റെ ശാഖയായി നമ്മൾ. അങ്ങനെ ശാഖയായ ആളുകൾ പരിശുദ്ധ അമ്മയെ അറിയുകയും ആ അമ്മയെ സ്നേഹിക്കുന്നെങ്കിൽ അമ്മയെ ദുഷിക്കുന്നവർക്കെതിരെ ഈ വീഡിയോ എങ്കിലും അവർക്ക് അയച്ചു കൊടുത്ത്, നിങ്ങൾ തിരുവചനങ്ങൾക്കെതിരെയാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് ദാനമില്ല, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മ സ്വീകരിക്കണം എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. അത് മറിയത്തോടുള്ള സ്നേഹം കാണിക്കാനുള്ള മാർഗം അതാണ്. നമ്മുടെ അമ്മയെ ആരെയും ദുഷിച്ചപ്പോൾ വെറുതെ ഇരിക്കുമോ? അമ്മയുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ ആത്മീയ അമ്മയാണ്. അപ്പോൾ അമ്മയെ ദുഷിച്ച് പറയുന്നവർക്കെതിരെ നമ്മുടെ തിരുവചനങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം, വചനവാൾ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. അത് അമ്മയോടുള്ള സ്നേഹമാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.